ഹായ് ഹലോ നമസ്തേ, കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി? നമുക്ക് ജാംബിയുടെ ടീച്ചർ ഒന്ന് കണ്ടു നോക്കാം. അതായത് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും അവസാനം ടൈലൻ്റ് ആയിട്ട് കാണിച്ച ഒരു ഭാഗമാണിത്. ജഗദീഷിന്റെ സീന് കണ്ട് പലരും പുറത്തു പോയപ്പോഴും അവിടെ തന്നെ ഇരുന്ന് കണ്ട ഒരു സീനാണ്. നമ്മൾ ഒരുമിച്ചാണ് പോയത്. പക്ഷേ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, ടൈലൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷെ വന്ന ഇതായിരുന്നു. അതുപോലെ കണ്ടു നോക്കാം. സിനിമാറ്റിക് ഷാഡ കണ്ടാ? ബ്ലഡാ അത്. ജാംബി എടുത്ത് കണ്ട ഒരു എന്തോ പടർന്ന് പിടിച്ച പോലെ. അതായത് സോംബി വൈറസ് പടർന്ന് പിടിച്ച പോലെ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ടൈറ്റിൽ. മലയാളത്തിലേക്ക് ഇപ്പൊ പൊതുവെ സോംബി സിനിമകളുടെ വരവിന്റെ കാലമാണെന്ന് തോന്നുന്നു. ആണ് നമ്മുടെ ജാംബിക്ക് മുന്നേ തന്നെ വല എത്തുമെന്ന് തോന്നുന്നു. അതും വല ഒരു മൾട്ടി സ്റ്റാർ പടമാണ്. അപ്പൊ ഇനിയൊരു സോംബി സിനിമ അടുത്ത് 2026 വരുമ്പോൾ ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് വിജയമാകൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ മഞ്ചേശ്വരം മാഫി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുന്നത്, പോസ്റ്റർ ഇറങ്ങിയുള്ളൂ. അതൊരു കോമഡി രീതിക്കുള്ള സോംബി പടമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലെ ആ ഒരു ജാനർ വെച്ച് 1-2 സിനിമ ഇറങ്ങും. നമ്മുടെ ഈ രാക്ഷസ ഇറങ്ങിയ സമയത്ത് സൈക്കോ, ആ സമയത്ത് കുറെ ഫോറൻസിക് അങ്ങനെയുള്ള 1-2 സിനിമകൾ വന്നു. പക്ഷെ ജാംബിയിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിന്റെ സംസ്കാരവും കൂടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിലമ്പും തെയ്യവും. എടാ ഇത് വേറെ കാര്യം, ഇത് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണത് മിന്നൽ മുരളി യൂണിവേഴ്സും മറ്റേ ഡിറ്റക്റ്റീവ്. ഈ മിന്നൽ മുരളി അതുപോലെ തന്നെയാണ് നമ്മുടെ കേരള സംസ്കാരത്തിലുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ്. അതുപോലെ ഈ കേരള ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു സോംബി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ നമ്മൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുമ്പോഴും ആകെ കുറക്കമൂലയിലോട്ടുള്ള ഒരു ബസ് മാത്രമേ മിന്നൽ മുരളിയായിട്ട് ബന്ധപ്പെടുത്താൻ എന്തെങ്കിലും നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ളൂ. അതും OTT വരുമ്പോഴേ പലരും ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷെ ജാംബിയിലും ആ രീതിയിലാണ് ഈ ഒരു യൂണിവേഴ്സിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിജയമാകുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആദ്യമായിട്ടൊരു എക്സ്പെരിമെന്റ് സിനിമ വരുമ്പോൾ എല്ലാവരും അതുപോലെ സ്വീകരിക്കും. പക്ഷേ എക്സ്പെരിമെന്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം വല ഇതിന് മുന്നേ ഇറങ്ങുന്നുണ്ട്. വലയിൽ അമ്പിളിച്ചേട്ടൻ്റെ തിരിച്ചുവരവാണ്, മൾട്ടി സ്റ്റാർ പടമാണ്, വിനീത് ശ്രീനിവാസനും ബേസിൽ ജോസഫും ഉൾപ്പെടെ എല്ലാവരും അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഇനി ജാംബി വരുമ്പോൾ അതിന് മുകളിൽ ഒരു സോംബി എക്സ്പീരിയൻസ് കൊടുത്താലോ അല്ലെങ്കിൽ മിന്നൽ മുരളി, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നീ യൂണിവേഴ്സിലേക്ക് ഇഴകി ചേരാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ് കൊടുത്താലോ മാത്രമേ വിജയമാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈപ്പ് എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പം നടനെയും അല്ലെങ്കിൽ ഡയറക്ടറിനെയും നോക്കുന്നതിന് അപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ പോലും നോക്കിയിട്ട് സിനിമയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫിലിം ഹൗസ് ആരാണ്, എന്തിനു വിതരണം ആര് ചെയ്യുന്നു എന്നവരെ നോക്കി പ്രേക്ഷകർ സിനിമ കാണുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഈ ജാംബിയുടെ കാസ്റ്റ് ആരൊക്കെയാണ്, സ്റ്റാർ അതൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും കണ്ടിട്ടില്ല. ചിലപ്പോ ഈ ടോവിനെ പോലെ തന്നെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആരെങ്കിലും ആണ് വരുന്നതെങ്കിൽ സിനിമയുടെ എക്സ്പെക്ടേഷൻ പിന്നെയും കൂടും. പക്ഷെ അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എക്സ്പെക്ടേഷൻ കൂടിയത് കൊണ്ട് മാത്രം പരാജയപ്പെട്ട ഒട്ടനവധി സിനിമകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഇന്ന് പോലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, തെലുങ്കിൽ 99% സിനിമകളും വിജയിക്കും, അവിടുത്തെ ആൾക്കാരെ വിജയിപ്പിക്കാൻ നോക്കണം. പക്ഷെ മലയാളികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു സ്റ്റാറിന് അപ്പുറത്തേക്ക് സിനിമ നല്ലതാണെങ്കിൽ നല്ല അഭിപ്രായം കിട്ടും, ഓടുകയാണെങ്കിൽ ഓടും. അതിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ തന്നെ ലാലേട്ടനാണ്. ഇത് നല്ലൊരു സിനിമ വന്നപ്പോ ഇൻഡസ്ട്രി ഹിറ്റായി, അല്ലാത്തപ്പം ഏറ്റവും താഴ്ന്നു പോവുകയും ചെയ്തു. അപ്പൊ ഇനി ജാംബി വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും മലയാളികൾ എന്ത് പ്രതീക്ഷിക്കുന്ന ഒരു സോംബി സിനിമയിൽ നിന്നാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ജാംബിയെ പറ്റിയുള്ള വിശേഷം. ഇപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എന്താണ്, ബൈ ബൈ.